പോഷകസമൃദ്ധമായ ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടമായ മത്തി ലോകത്തെമ്പാടുമായി പ്രതിവർഷം 3 ദശലക്ഷം ടൺ ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. 21 തരം മത്തി ഇനങ്ങളുണ്ട്. തെക്കേ അമേരിക്കയിൽ ഇതിനെ പിൽച്ചാഡ് എന്നാണ് വിളിക്കുന്നത്. UK സാരഡൈൻ, ബാലി സാരഡൈൻ, ഇന്ത്യൻ നെയ്മത്തി ഇനങ്ങൾ തുടങ്ങിയവയാണ് ഫേമസ് ആയ മത്തി ഇനങ്ങൾ. ഡോൾഫിനും തിമിംഗലവുമൊക്കെ മത്തി ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ്. മാത്രമല്ല ദീർഘദൂരം പറക്കുന്ന ആർട്ടിക് ടേണുകൾ ലഘുഭക്ഷണത്തിനായും പോഷകത്തിനായും മത്തികളെ ആശ്രയിക്കുന്നു. മത്തിയെ ടിൻ ഫുഡായും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒലീവ് ഓയിൽ കലർത്തി ടിന്നുകളിൽ അടച്ച് മത്തി പല രാജ്യങ്ങളും കയറ്റുമതി ചെയ്യാറുണ്ട്. സാരിഡീൻ അഥവാ മത്തിയും ആങ്കോവീസും ഒരുപോലെ തോന്നാമെങ്കിലും മത്തി വേവിക്കുമ്പോൾ ഉള്ളിൽ വെളുത്ത മാംസമായിരിക്കും. ആങ്കോവികളെ വേവിക്കുമ്പോൾ ഉള്ളിൽ ചുവന്ന മാംസമായിരിക്കും. കേരളത്തിലെ മുള്ളു കുറഞ്ഞ മത്തിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് മത്തി. ഇന്ത്യൻ സാരഡൈൻ 12 ഇഞ്ചിൽ താഴെ വലിപ്പം കാണുമെങ്കിലും അമേരിക്കൻ പിൽച്ചാഡ് 16 ഇഞ്ചിൽ കൂടുതൽ വലിപ്പം വരും. മാത്രമല്ല നല്ല തൂക്കവും ഉണ്ടാകും. യൂറോപ്യൻ പിൽച്ചാഡ് രൂപത്തിൽ ചെറിയ മാറ്റമുണ്ടെങ്കിലും ഏതാണ്ട് 12 ഇഞ്ച് ആ നീളം മാത്രമേ ഉള്ളൂ. കടലിൽ ഈ മത്സ്യത്തിന്റെ ലക്ഷ്യനില 150 മെട്രിക് ടണ്ണാണ്. അത് കുറയും എന്ന് തോന്നുമ്പോൾ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്താറുണ്ട്. അധിക ക്വാണ്ടിറ്റിക്ക് മത്തി പോലെ എന്നൊരു ചൊല്ലില്ലേ, അതുപോലെയാണ് ഇവരുടെ നീന്തൽ. കിലോമീറ്റർ ദൂരമുള്ള ഒരു കൂട്ടമായിട്ടാണ് ഇവർ ഒന്നിച്ച് നീന്തി തുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം വളരെ എളുപ്പവുമാണ്.